ഒരു പരിപാടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയിൽ നിന്നും വേടൻ ഒഴിവായി. കാരണം എന്താണ്, വേടൻ ഒളിവിൽ പോയതുകൊണ്ട് വേണ്ട ആ പരിപാടി അവർ മാറ്റിവെച്ചു. അതിൽ മുഖ്യ അതിഥിയായിട്ട് വരുന്ന വേടനാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നില്ല ഇവരുടെ ആവശ്യം. ശരിക്കുമുള്ള ആവശ്യം ഇതൊക്കെ തന്നെയായിരുന്നു അല്ലേ? അതായത് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പരിപാടിക്ക് വരുമ്പോൾ പരിപാടി അവിടെ നടത്താൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു അവരവിടെ ഉണ്ടാക്കിയെടുത്തത്. ആ ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് വേടൻ അവിടെ പരിപാടി ചെയ്യില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വേടന് പരിപാടി ചെയ്യാൻ സാധിക്കത്തില്ല. വേടന് ജാമ്യം നമ്മുടെ ഹൈക്കോടതി കൊടുക്കുന്നത് വരെയും വേടൻ ഈ പരിപാടി ചെയ്യാനോ വേണ്ടി പറയാൻ നമ്മുടെ കേരളത്തിൽ വന്ന് നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. വന്നു കഴിഞ്ഞാൽ വേടനെ ഏതൊക്കെ രീതിയിൽ ഒതുക്കുമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് വേടൻ മാറി നിൽക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ ചോദിച്ചു വേടൻ ചെയ്ത തെറ്റെന്താണെന്ന്. വേടൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയാൻ ആർക്കും ഒരു ഉത്തരവില്ല. പക്ഷേ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, വേടൻ ചെയ്തത് തെറ്റാണ്. അതാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പോൾ ഇതിനൊരു എന്തായാലും ഒരു അറുതി വരണം. വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. വേടൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു തെറ്റും